ഇവിടെ നമുക്കൊരു 4 ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ 25-ാം പദം എന്താണ്? തുടർന്ന് പദങ്ങളും പൊസിഷനും തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടേമും തുടർന്നുള്ള 5 പദങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. ഞാൻ തേർഡ് ക്വസ്റ്റ്യനിൽ 21st ടൈം ചോദിച്ചിട്ടുണ്ട്. 100, 95, 90 എക്സെട്ര എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്ന ഒരു സീക്വൻസാണ്. നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 1, 11, 21 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ 25ാമത്തെ ടേം 25th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ടേം ആണെങ്കിലും ആൾജിബ്രൈക്ക് ഫോം എന്ന് പറയുന്നത് dn + f - d എന്നുള്ളതാണ് ഇക്വേഷൻ. വേർ ഡി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം. എന്താണ് ഡി എന്ന് വെച്ചാൽ? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. 1 മുതൽ 11 വരെയുള്ള ദൂരം എത്രയാണോ അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ 11 മുതൽ 21 വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡി കണ്ടുപിടിക്കുന്ന മാർഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 10 10n പ്ലസ് ഫസ്റ്റ് ടേം ആരാണ്? 1 മൈനസ് 10. അപ്പം ഇത് 10n 1 മൈനസ് 10 എന്ന് വെച്ചാൽ -9 അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൾജിബ്രൈക്ക് ഫോം എന്ന് പറയുന്നത്. നമുക്കറിയേണ്ടത് 25ാമത്തെ ടേമാണ്. അപ്പോൾ എന്നിന് എന്ത് കൊടുത്താൽ മതി? നമ്മളിവിടുന്ന് എന്നിന് 25 എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 10 × 25 - 9, അതായത് 250 - 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 241 ആണ്. എന്ത്? 25ാമത്തെ പദം. ഇത് 241. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ പദം എന്താണെന്നും ആദ്യത്തെ 5 ടേംസ് ഏതൊക്കെയാണെന്നും, ഫസ്റ്റ് 5 ടേംസും ഫസ്റ്റ് ടേമും. അപ്പോൾ നമുക്കറിയാം 10th ടേം എന്ന് പറയുന്നത് 46 ആണ് അല്ലേ? 10th ടേം 46, 11th ടേം 51. അതായത് 10ാമത്തെ ആൾ. ഇപ്പോൾ 1, 2, 3 എക്സെട്ര ഇങ്ങനെ പോകുമ്പോൾ 10ാമത്തെ ആളെന്ന് പറയുന്നത് 46ഉം 11ാമത്തെ ആളെന്ന് പറയുന്നത് 50. തൊട്ടടുത്തടുത്ത ടൈം ആകുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? 51ൽ നിന്നും 46 കുറച്ചാൽ മതിയാവും. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്താ? ഡി ഈസ് ഈക്വൽ ടു, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടേം ഡിഫറൻസ്, അതായത് പദവ്യത്യാസം മൈനസ് പൊസിഷൻ ഡിഫറൻസ് അല്ലേ? സ്ഥാനവ്യത്യാസം, അതായത് 11 - 10. 5 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം എന്ന് പറയുമ്പം നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് കൊടുക്കാം അല്ലേ? എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? nth ടേം ഈസ് ഈക്വൽ ടു dn + f - d. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം അറിയാനുള്ള മാർഗം എന്താണ്? ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം സമം ഡി ഇൻറ്റു ഡി. എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 5 ഇൻറ്റു എന്നിന് എന്ത് കൊടുക്കണം? 1 അല്ലേ? 1 അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങനത്തെ ഇക്വേഷൻ എഴുതി പോകാവേ. d1n പ്ലസ് f - d. എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം നമുക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ടേം മൈനസ് ഡി എന്ന് പറയുന്നതും 5. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം രണ്ടാം പദം ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1n പ്ലസ് f - 5. അങ്ങനെ വരുമ്പോൾ പത്താം പദം 10th ടേം അല്ലേ? 10th ടേം അഥവാ 10ാം പദം എന്ന് പറയുമ്പം 1 ഇൻറ്റു 10 പ്ലസ് f - d എന്ന് പറയുന്ന ആരാണ്? 5. 10ാം പദം നമുക്കറിയാമല്ലോ എത്രയാണ്? 46 നമുക്കറിയാം. അപ്പോൾ 1 × 10 10 പ്ലസ് f - 5 സമം 46. 10ൽ നിന്ന് 5 കുറച്ച് 5 ആണ്. അപ്പോൾ ഇതെന്താവും? f + 5 സമം 46. f ഈസ് ഈക്വൽ ടു
46 മൈനസ് 5 അതായത് 41. ഫസ്റ്റ് ടേം ആരാണ്? 41 ശരിയല്ലേ? ഇവിടെ നിന്ന് നമുക്ക് ഡി ഫസ്റ്റ് കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. ദാറ്റ് ഈസ് 51 മൈനസ് 46 ഡിവൈഡഡ് ബൈ 11 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഡി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 5. ഇനി നമുക്ക് ടെൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? nth ടേം ഈസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ടി. ഇത് ബൈ ഹാർട്ട് പഠിച്ചോണം കേട്ടോ, നന്നായിട്ട് ഊണിൽ ഉറക്കത്തിൽ ഇക്വേഷൻ പഠിച്ചോണം. nth ടേം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ നമുക്ക് 10th ടേം അറിയാം നിലവിൽ അല്ലേ? 10th ടേം എത്രയാണ്? 46 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഡി എന്ന് വെച്ചാൽ 5 ഇൻറ്റു എത്രാമത്തെ ടേമാണത്? 10th ടേം അല്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് കൊടുക്കണം? 10 പ്ലസ് എഫ് മൈനസ് ഡി. എഫ് നമുക്ക് അറിഞ്ഞുകൂടാ, എഫ് മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 46 ഈക്വൽ ടു 50 പ്ലസ് എഫ് മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 46 ഈസ് ഈക്വൽ ടു 45 പ്ലസ് എഫ്. സോ എഫ് ഈസ് ഈക്വൽ ടു 46 മൈനസ് 45 എന്ത് കൂട്ടിയാലാണ് 46 വരുന്നത്? 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 46 മൈനസ് 45 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പം ഓപ്ഷൻ എയുടെ ഉത്തരം കിട്ടി. ഒന്നാം പദം അഥവാ ഫസ്റ്റ് ടേം ഈക്വൽ ടു 1. ഇനി ഓപ്ഷൻ ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് എന്ന്. അപ്പം ഫസ്റ്റ് ടേം 1 കിട്ടി, കോമൺ ഡിഫറൻസ് നമുക്ക് 5 കിട്ടി. അപ്പം 5 1 6, 6 5 11, 11 6 17 എക്സെട്ര ഇങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് കിട്ടി. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ 100, 95, 90 എക്സെട്ര എന്നതിൻ്റെ ഈ 25th ടേം നമുക്കറിയണം. വാട്ട് ഈസ് ദ 25th ടേം? 25ാം പദം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിൽ നമ്മൾ dn പ്ലസ് എഫ് മൈനസ് ഡിയിൽ എന്നിന് എന്ത് കൊടുക്കണം? 25. ഡി ഇൻറ്റു 25 പ്ലസ് എഫ് മൈനസ് ഡി. ഇത്ര എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഇക്വേഷനിൽ നോക്കുക എന്താണ് ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 95 നിന്ന് 100 കുറച്ചാൽ -5 ഇൻറ്റു 25 പ്ലസ് ഫസ്റ്റ് ടേം 100 മൈനസ് ഡി എത്രയാണ്? -5. ചിഹ്നങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചോണം. ഡി വെറും 5 അല്ല, -5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -125 പ്ലസ് ഈ 2 മൈനസ് അടുത്ത് വന്ന് ഈ മൈനസ് ഇങ്ങനെ മറിഞ്ഞു വീഴുമെന്ന് വിചാരിച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 105. ഇപ്പം 125 നിന്ന് 105 കുറച്ചാൽ 20 അല്ലേ? -125 പ്ലസ് 105 -20. 25th ടേം എന്ന് പറയുന്നത് ഇങ്ങനെ പോയി മൈനസ് എത്തി അവസാനം -20 ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് ടേം നമുക്കറിയണം, ദെൻ ഫസ്റ്റ് 5 ടേംസ് എഴുതുകയും ചെയ്യണം. അപ്പം ഇവിടുന്ന് നമ്മൾ ഡി എഴുതി. ഡി ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 51 മൈനസ് 56 ഡിവൈഡഡ് ബൈ 11 മൈനസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -5 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -5. 5 കുറഞ്ഞു വരുന്നു ശരിയല്ലേ? 10 50 56 ആണ്, 11 50 അപ്പോൾ ഡി എന്ന് പറയുന്നത് -5 ആണ്. ഇത് തൊട്ടടുത്തടുത്ത ടേം ആയതുകൊണ്ട് ജസ്റ്റ് പദങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താലും മതിയായിരുന്നു കേട്ടോ. ടീച്ചർ ചുമ്മാ അങ്ങനെ എഴുതി പോയെന്നേ ഉള്ളൂ. ഇത് നമുക്കറിയേണ്ട ഫസ്റ്റ് ടേം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 10th ടേമിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു. എങ്ങനെ? 10th ടേം ഈക്വൽ ടു 56. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 56 എന്ന് പറയുന്നത് എങ്ങനെയാണ്? dn പ്ലസ് എഫ് മൈനസ് ഡി എന്നുള്ള ഇക്വേഷനിൽ കൊടുത്താലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡി എത്രയാണെന്ന് അറിയാം. 56 ഈക്വൽ ടു
-5 ഇൻറ്റു 10-ാം പദമല്ലേ ഇത്. സോ എന്നിന് 10 കൊടുത്തു. ഈ n 10 പ്ലസ് എഫ് ആണ് അറിഞ്ഞുകൂടാത്ത എഫ് മൈനസ് ഡി എത്രയാണ് -5. 2 മൈനസ് വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എഫ് മൈനസ് ഡി എന്നേ ഉള്ളൂ, പക്ഷേ ഡി തന്നെ -5 ആയതുകൊണ്ട് ഒരു മൈനസും കൂടെ അവിടെ അഡീഷണൽ വന്നു. സോ 56 ഈക്വൽ ടു -50 പ്ലസ് മൈനസ് മറിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എഫ് +5 എന്നാവും കേട്ടോ. സോ 56 ഈക്വൽ ടു -50 + 5, അപ്പം -45 പ്ലസ് എഫ്. ദെൻ -45 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 56 + 45 എന്നാവും കേട്ടോ. കാരണം മൈനസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് പ്ലസ്സായി മാറും. സോ 6 × 11, റിമൈൻഡർ 1, 5 4 9 10, 101 ആണ് എന്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 101 ആണ്. അപ്പോൾ ഫസ്റ്റ് 5 ടേം എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? ആദ്യത്തെ ആൾ 101, അതിൽ നിന്ന് 5 കുറച്ചാൽ 96, വീണ്ടും 5 കുറച്ചാൽ 91 എക്സെട്ര ഇങ്ങനെ പോകും. ക്ലിയർ അല്ലേ? 91ൽ നിന്ന് 5 കുറച്ചാൽ 86, 5 ടേമായോ? 86ൽ നിന്ന് 5 കുറച്ചാൽ 81 എക്സെട്ര. അപ്പോൾ ഇതാ ഈ ടേമിൻ്റെ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായില്ലേ? 6 1 അവസാനിക്കുന്ന സംഖ്യ 1 6 1 6 1 6 എന്ന് അവസാനിക്കുന്ന സംഖ്യകളായിരിക്കും ആ സീക്വൻസിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ എക്സസൈസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ടീച്ചർ പറയുന്നതിനകത്ത് അപാകതകളോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഓക്കേ.